രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ നിയമസഭയിൽ ഹാജരായി. ഭയങ്കര യമണ്ട വാർത്തയായിരുന്നു. പാലക്കാട്ടെ MLA ആണ് ഈ പുള്ളിക്കാരൻ. 18,724 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഉപതെരഞ്ഞെടുപ്പിൽ അവിടുന്ന് ആളുകൾ ജയിപ്പിച്ചു വിട്ട ജനങ്ങളെ അവരുടെ പ്രതിനിധിയായിട്ട് വിട്ടതാ. അങ്ങനെ പിന്നെ നിയമസഭയിലല്ലാതെ ലോക്സഭ പോയിരിക്കാൻ പറ്റുമോ? അതിന് പ്രൊവിഷൻ ഇല്ലല്ലോ. അങ്ങനെ വന്നിരിക്കാവുന്ന ഒരു സ്ഥലം നിയമസഭയാ, അവിടോട്ട് വന്നു. പക്ഷെ വാർത്താ വിസ്ഫോടനം എന്ന് വേണം അതിനെക്കുറിച്ച് പറയാൻ. രാത്രിയിൽ എല്ലാ ടെലിവിഷൻ ചാനലുകളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വന്നതുമായിരുന്നു ചർച്ചാ വിഷയം. പ്രതിപക്ഷ നേതാവിന് തിരിച്ചടി. പ്രതിപക്ഷ നേതാവ് സതീശന്റെ വിലക്ക് ലംഘിച്ചുകൊണ്ട് കോൺഗ്രസ് MLA, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട അംഗം നിയമസഭയിൽ ഹാജരായി. എ ഗ്രൂപ്പ് അടക്കമുള്ള കോൺഗ്രസിലെ എതിർവിഭാഗം സതീശനെതിരായിട്ട് ഒത്തുചേരുന്നു, കേന്ദ്രീകരിക്കുന്നു എന്നൊക്കെയായിരുന്നു ഈ വാർത്ത സംബന്ധിച്ചുള്ള നറേറ്റീവ്സ്. രാവിലെയാണ് ന്യൂസ് ബ്രേക്ക് ചെയ്തത്. അപ്പൊ ഈ സാധാരണ ചാനലുകളൊക്കെ അഭിപ്രായം ചോദിക്കുമല്ലോ. ഏഷ്യാനെറ്റ് അടക്കമുള്ളവർ വിളിച്ചായിരുന്നു, എന്താ ഇതേപ്പറ്റി പറയാനുള്ളതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം, ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ ഹാജരായി എന്നത് സംബന്ധിച്ച് ഇത്തരത്തിലുള്ള നറേറ്റീവ്സിന് വലിയ പ്രസക്തിയൊന്നുമില്ല. അദ്ദേഹം നാളെ, അതായത് ഇന്ന് ചൊവ്വാഴ്ച സഭയിൽ ഹാജരാകുമോ നോക്കാം. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് അഭിപ്രായം പറയാം. ചൊവ്വാഴ്ച വരികയാണെങ്കിൽ സംശയം വേണ്ട, അത് കോൺഗ്രസിലെ വലിയ പ്രശ്നങ്ങളുടെ സൂചനയാണ്. അത് സതീശന്, പ്രതിപക്ഷ നേതാവിന് തിരിച്ചടിയാണ്. പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായത്തെ ധിക്കരിച്ചുകൊണ്ട് അദ്ദേഹം വരുന്നു എന്ന് പറയുമ്പോൾ സംഗതിയുടെ നിറവും കളറും ഒക്കെ അങ്ങ് മാറും എന്നാണ് അഭിപ്രായം പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിലെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് കോൺഗ്രസിൽ രണ്ട് അഭിപ്രായമുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കണോ എന്ന കാര്യത്തിലും ഇതുപോലെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നു. ചിലർ പറഞ്ഞത് രാജിവെച്ചേ പറ്റൂ എന്നാണ്. പക്ഷെ ഒരു കൂട്ടം ആളുകൾ വേണ്ടതിന്റെ ആവശ്യമില്ല, അതിനവർക്ക് അവരുടേതായ ന്യായങ്ങൾ പറയാനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അയാൾ രാജിവെച്ചില്ല, MLA ആയിട്ട് തുടർന്നു. പക്ഷേ പാർട്ടി എന്ത് ചെയ്തു? പാർട്ടി അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു, പാർലമെന്ററി പാർട്ടിയിൽ നിന്നും തൽക്കാലത്തേക്ക് ഒഴിവാക്കി നിർത്തി. അപ്പൊ ഇവിടെയും ഈ രണ്ടഭിപ്രായമുണ്ട്. അദ്ദേഹം നിയമസഭയിൽ തൽക്കാലം വരണ്ട. എന്തുകൊണ്ടാണത്? അതായത് പ്രതിപക്ഷത്തിന് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കാനുണ്ട്. അതിന്റെ പേരിൽ സർക്കാരുമായിട്ടുള്ള കൊമ്പുകോർക്കലിന് തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ലോക്കപ്പ് മർദ്ദനം അടക്കമുള്ള കാര്യങ്ങൾ, കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് നേതാവിന് ഉണ്ടായ അനുഭവം, അതിനുശേഷം KSU പ്രവർത്തകരെ മുഖം മൂടിയിട്ട് കോടതിയിൽ ഹാജരാക്കി, ഇതൊക്കെ അവർ ചർച്ചാ വിഷയമാക്കാനിരിക്കുക. ആ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പ്രശ്നം ഭരണപക്ഷം ഉന്നയിക്കും. അങ്ങനെ സർക്കാരിനെ നേരിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിഷയങ്ങള് ഡൈവേർട്ട് ചെയ്തു പോകും. അതായിരുന്നു കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ ഒരു ആശങ്ക. അത് ശരിയായ ഒരു ചിന്തയാണ് താനും. കാരണം അദ്ദേഹത്തിന്റെ സാന്നിധ്യം സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് തടസ്സമാവുന്നുണ്ടെങ്കിൽ അദ്ദേഹം വരാതിരിക്കുന്നല്ലയോ നല്ലത്. അങ്ങനെയായിരുന്നു ഒരു ചിന്ത. പക്ഷെ ഇന്നലെ അദ്ദേഹം വന്നു. ഇന്നലെ മറ്റു സഭാ നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. VS അച്യുതാനന്ദൻ, PP തങ്കച്ചൻ, വാഴൂർ സോമൻ തുടങ്ങിയ അംഗങ്ങളുടെ ചരമത്തിലുള്ള അനുശോചനം, ചരമോപചാര പ്രസംഗങ്ങൾ മാത്രമായിരുന്നു ഇന്നലെ ഷെഡ്യൂൾ ചെയ്തിരുന്നത്. അപ്പൊ അയാൾ വന്നിട്ട് അയാളങ്ങ് പോവുകയും ചെയ്തു. പറഞ്ഞാലും അയാൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA. അയാൾക്ക് സഭയിൽ വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അതിൽ പോലും ഒരു നാണം കേട് അയാളുടെ രാഷ്ട്രീയ ജീവിതത്തിലില്ല. അപ്പൊ അദ്ദേഹത്തിന് സ്വന്തം മുഖം കൂടി ഒന്ന് രക്ഷിക്കണമായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സ്പേസ് അത് സംരക്ഷിച്ച് നിർത്തണമായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ അദ്ദേഹം വന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹം ചില സ്ത്രീപീഡന കേസുകളിൽ പ്രതിയാണെന്നുള്ള മട്ടിലാണ് എല്ലാവരും ചർച്ച ചെയ്തത്. പോലീസ് സ്വമേധയാ മൂന്നാം കക്ഷികളുടെ, ഈ പീഡനവുമായിട്ടൊന്നും ബന്ധമുള്ളവരല്ല, പറഞ്ഞു കേട്ട് വന്ന ചിലരെ കൊടുത്ത പരാതി, അതിന്റെ അടിസ്ഥാനത്തിൽ ചില കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥ പരാതിക്കാരികൾ ആരുമില്ല. അതായത് പീഡനത്തിന് ഇരയായി എന്ന് പറയുന്ന ആരും ഇതുവരെ പരാതി കൊടുത്തിട്ടില്ല, മൊഴി കൊടുത്തിട്ടില്ല, തെളിവ് കൊടുത്തിട്ടില്ല. ആർക്കെങ്കിലും തെളിവ് തരാനുണ്ടോ എന്ന് ചോദിച്ച് പോലീസ് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയല്ലാതെ ഒരു കൃത്യമായ പരാതി പോലുമില്ല. നേരിട്ട് വന്ന് പരാതി പറഞ്ഞ ഒരു സിനിമാ നടിയാണെന്നാണ് പറയുന്നത്. ആ പെൺകുട്ടി പറയുന്നത് എന്താ, എന്നെ ആരും പീഡിപ്പിച്ചിട്ടില്ല, എന്റെ തെളിവുമില്ല, ഞാൻ നിയമങ്ങൾക്ക് പോകുന്നുമില്ല. അതാണ് അവരുടെ നിലപാട്. അത് വെച്ചുകൊണ്ട് കേസെടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ചാർജ് ഷീറ്റ് കൊടുക്കാൻ പറ്റൂ. മറ്റൊരു ട്രാൻസ്ജെൻഡർ യുവതി, അവര് നേരത്തെ പറഞ്ഞത് ഇപ്പോൾ ആവർത്തിക്കുന്നില്ല. പിന്നെ ബാക്കിയുള്ളത് എന്ന് പറയുന്നത് എന്തോ ഗർഭഛിദ്രം സംബന്ധിച്ച് രണ്ടുപേര് തമ്മില്, അതിലൊരാൾ രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് പറയുന്നു. ഈ സംഭാഷണം മാത്രമാണ്, ഈ ടെലിഫോൺ സംഭാഷണം. അതല്ലാതെ വേറെ തെളിവൊന്നും പോലീസിന്റെ മുമ്പിലുമില്ല,
പൊതുസമൂഹത്തിന്റെ മുമ്പിലുമില്ല. അപ്പം ചിലര് ഈ ഇരകൾ എന്ന് പറയുന്നവരെ, പീഡിപ്പിക്കപ്പെട്ടവരെ പോയി കാണുന്നു. ചില വനിതാ പത്രപ്രവർത്തകരാ. അവരിൽ ഒരാൾ പറയുന്നു, പ്രാകൃതമായ ഗർഭഛിദ്രം മൂലം ഈ പെൺകുട്ടി വലിയ ട്രോമയിലാണെന്ന്. പക്ഷെ പോലീസ് എന്താ പറയുന്നത്? ബാംഗ്ലൂരില് വലിയ ഹോസ്പിറ്റലുകൾ അന്വേഷിച്ച് നടക്കുക. അവിടെ പക്ഷേ ഈ പ്രാകൃതമായിട്ടുള്ള അബോർഷൻ നടക്കുകയല്ലോ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഇവിടെ ഈ പ്രാകൃതമായ അബോർഷൻ ഉള്ളത്, ഈ ഭ്രൂണഹത്യ എന്ന് പറയുന്നത് ഇപ്പൊ നിയമം അനുവദിച്ചിട്ടുള്ള കാര്യമാണ്. രണ്ട് കക്ഷികളും സമ്മതിച്ചാൽ അത് ചെയ്തു കൊടുക്കാവുന്നതേ ഉള്ളൂ. അത് വിവാഹിതരാണെങ്കിലും അല്ലെങ്കിലും. പ്രാകൃതമായ അബോർഷൻ എവിടെയാണ്? അപ്പൊ ഇതാണ് സാഹചര്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തി നിൽക്കുന്നത് ഇവിടെയാണ്. അപ്പൊ അയാൾക്കും അയാളുടെ മുഖം രക്ഷിക്കണമല്ലോ. അതുകൊണ്ട് അയാൾ വന്നു, കുറച്ചു നേരം അവിടെ ഇരുന്നു, തിരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഒരു സ്പേസ് അയാളെ കണ്ടെത്തുകയും ചെയ്തു. ഇന്നലെ പറഞ്ഞ അഭിപ്രായം ശരിയാണെന്ന് ഇന്ന് തെളിഞ്ഞു. ഇന്നെന്താ സംഭവിച്ചത്? ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നില്ല. അതാണ് പറഞ്ഞത്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വരികയാണെങ്കിൽ അത് പ്രതിപക്ഷ നേതാവിനെ ധിക്കരിച്ചുകൊണ്ടുള്ള ഒരു വരവാണെന്നും അത് സതീശനോട് തിരിച്ചടിയാണെന്നും നമുക്ക് വാദിക്കാമായിരുന്നു. ഇന്ന് വന്നില്ല. അതായത് തന്റെ സാന്നിധ്യം പ്രതിപക്ഷം സർക്കാരിനെതിരെ നടത്താൻ പോകുന്ന പോരാട്ടത്തിനൊരു തടസ്സമാവരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, കരുതിക്കൊണ്ട്, അല്ലെങ്കിൽ പാർട്ടിയുടെ നിർദ്ദേശം ഉണ്ടാവാം. അതുകൊണ്ടാണ് ഇന്ന് വരാതിരുന്നത്. ഇന്നലെ വന്നതും ഇന്ന് വരാതിരുന്നതും പാർട്ടി ആലോചിച്ചെടുത്ത തീരുമാനമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതാണ് സത്യം. ഇന്ന് അതുകൊണ്ട് ഈ ലോക്കപ്പ് മർദ്ദനങ്ങളെ കുറിച്ചുള്ള അടിയന്തര പ്രമേയം റൂൾ 50 അനുസരിച്ചുള്ളത്, അത് സഭയില് നോട്ടീസ് നൽകിയപ്പോൾ തന്നെ ഗവൺമെന്റ് അങ്ങ് സ്വീകരിച്ചു. ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. സാധാരണ അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുക എന്ന് പറഞ്ഞാല് വളരെ അസാധാരണമായ ഒന്നാണ്. അത്തരം പ്രമേയങ്ങൾ സഭ ചർച്ച ചെയ്യുന്നത് സർക്കാരിനെ, അതേത് സർക്കാരാണെങ്കിലും സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി കുറ്റവിചാരണ ചെയ്യുന്നതിന് തുല്യമാണ്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ യാതൊരു സംശയവും വേണ്ട, ഈ പ്രമേയം ഗവൺമെന്റ് സ്വീകരിക്കുമായിരുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞ് ഭരണപക്ഷവും ഇപ്പുറത്ത് ലോക്കപ്പ് മർദ്ദനങ്ങളുടെയും മുകേഷിന്റെയും മറ്റും സാന്നിധ്യം പറഞ്ഞ് പ്രതിപക്ഷവും തമ്മിലടിച്ച് ഇന്നത്തെ സമ്മേളനം പിരിയുമായിരുന്നു, അലമ്പായി തീരുമായിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വരാതെ കൊണ്ട് അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് ഒരു അവസരം തെളിഞ്ഞു, അല്ലെങ്കിൽ ഒരു വേദി ഒരുങ്ങി. ഇവിടെ സർക്കാരിന്റെ ഒരു തന്ത്രമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സമ്മേളനത്തിൽ വന്നാലും വന്നില്ലെങ്കിലും ഭരണപക്ഷം ഈ സമ്മേളനത്തിൽ ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട, പ്രതിപക്ഷത്തെ അടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മൂർച്ചയുള്ള ഒരു ആയുധം തന്നെ ആയിരിക്കും അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ. ഇന്നിപ്പോ എന്താ, ഈ ചർച്ചയ്ക്ക് ഒരു അവസരം ഉണ്ടായതോടുകൂടി, അല്ലെങ്കിൽ ഈ സമ്മേളനം കൂടുതലായിട്ടും നിയമനിർമ്മാണത്തിന് വേണ്ടിയുള്ളതാ. അപ്പം ഇവിടെ ഈ അടിയന്തര പ്രമേയം ചർച്ചയ്ക്ക് എടുക്കുന്നത് വഴി രാഹുൽ വിഷയം നിയമസഭയിൽ കൊണ്ടുവരുന്നതിന്, ചർച്ച ചെയ്യുന്നതിന് ഭരണപക്ഷത്തിന് ഒരു അവസരം കിട്ടുകയും ചെയ്യുന്നു. ഇന്നലെ നടന്ന LDFന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തില് സ്വാഭാവികമായിട്ടും അവർ എങ്ങനെ പ്രതിപക്ഷത്തെ നേരിടണമെന്നത് സംബന്ധിച്ച് ഒരു തന്ത്രം ആവിഷ്കരിച്ചിട്ടുണ്ടാവും. അതനുസരിച്ചാവണം ഇന്ന് ഈ അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസ് സ്വീകരിക്കാൻ തയ്യാറായത്. ഇന്നലത്തെ യോഗത്തിൽ മുഖ്യമന്ത്രി നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിദ്വാൻ എന്നാ വിശേഷിപ്പിച്ചത്. ഒരു വിദ്വാൻ അവിടെ വന്നിരിപ്പുണ്ട് എന്നാണ്. അപ്പോഴീ മുകേഷ്, PK ശശി, ഇവരൊക്കെ ആരാ മുഖ്യമന്ത്രി? രാഹുൽ മാങ്കൂട്ടത്തില് വിദ്വാനാണെങ്കിൽ ഇവരൊക്കെ മഹാവിദ്വാൻമാരായിരിക്കണമല്ലോ, അല്ലേ? രാഹുൽ വരുന്നതിനെതിരായിട്ട് VD സതീശൻ, പ്രതിപക്ഷ നേതാവ്, ഒരു കടുത്ത നിലപാട് തന്നെയാണ് എടുത്തത്. എന്നിട്ടും രാഹുൽ വന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ചില നറേറ്റീവ്സ് പ്രത്യക്ഷപ്പെടുന്നതിന് കാരണമായത്. അതിൽ കുറച്ച് ന്യായമുണ്ട് താനും. പ്രതിപക്ഷ നേതാവ് എതിർത്തിട്ടും ഒരംഗം വരുന്നു എന്ന് പറയുമ്പോൾ അത് പക്ഷേ പാർട്ടി ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണെന്നുള്ളത് നമ്മുടെ മാധ്യമങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നില്ല. അത് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കൈവശം കിട്ടിയ ഒരു കുറിപ്പ്, ചെറിയൊരു നോട്ട്, അതുപോലും മാധ്യമങ്ങൾ വലിയ ചർച്ചാ വിഷയമാക്കി. അത് KPCC പ്രസിഡന്റ് കൊടുത്തയച്ചാണെന്നൊക്കെയാണ് ഇന്നലെ കേട്ടത്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറഞ്ഞു, എന്റെ PA എനിക്ക് തന്ന ഒരു ഇൻഫർമേഷൻ ആയിരുന്നു, ഒരു വിവരം കുറിച്ച് തന്നതായിരുന്നു എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. പക്ഷെ എന്തായാലും ഇന്നലത്തെ രാഹുലിന്റെ നിയമസഭയിലെ കടന്നുവരവ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ സമവാക്യങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന കാര്യം അവരാര് നിഷേധിച്ചാലും അതാണ് വസ്തുത. ചില ബലാബലങ്ങളിലൊക്കെ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ചാരം മൂടിക്കിടന്ന ചില കനലുകൾ ഇപ്പൊ പുറമേക്ക് പ്രത്യക്ഷമായി തുടങ്ങിയിട്ടുണ്ട്. ഗ്രൂപ്പ് ചിന്തകളൊക്കെ നടങ്ങി കിടക്കുകയായിരുന്നു. പഴയ ഗ്രൂപ്പ്, A ഗ്രൂപ്പ്, I ഗ്രൂപ്പ്, അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ. പിന്നീട് ഓരോ നേതാക്കളുടെയും കൂടെ നിൽക്കുന്ന കുറെ സംഘങ്ങളായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നത്. അതിന് പകരം പഴയ ഗ്രൂപ്പ് ചിന്തകള് കൂടുതലായിട്ട്
ശക്തിപ്പെട്ടു വരുന്നു. ഇവിടെ സതീശൻ ഓർക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സതീശൻ ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് PV അൻവറിന്റെ കാര്യത്തിൽ എടുത്ത വളരെ ശക്തമായൊരു നിലപാട് അത് കോൺഗ്രസും UDF-ഉം ഒരുപോലെ അംഗീകരിച്ചു. അത് അദ്ദേഹത്തിന്റെ യശസ് വളരെ വർദ്ധിപ്പിച്ച ഒരു കാര്യമാണ്. സതീശന്റെ ഗ്രാഫം ഉയർന്നു. പക്ഷെ കോൺഗ്രസിലെ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ അദ്ദേഹം ഏകപക്ഷീയമായ കടുത്ത നിലപാടുകൾ എടുക്കുന്നു എന്ന ഒരു ആരോപണമുണ്ട്. ആ ഒരു ചിന്തയാണ്, അല്ലെങ്കിൽ ആ വഴിക്കുള്ള ആലോചനകളാണ് ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സഭയിലേക്കുള്ള വരവിന്റെ കാര്യത്തിൽ പാർട്ടിയിൽ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാക്കിയത്. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇത് സതീശൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത തെരഞ്ഞെടുപ്പില് UDF അധികാരത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട്. കാരണം ഇപ്പോഴത്തെ സർക്കാരിനെതിരിട്ട് അതിശക്തമായ വിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഒത്തിരി തെളിവുകളും ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അതല്ല നമ്മുടെ വിഷയം, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ആ സാഹചര്യത്തിൽ UDF-ന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള 2-3 പേരിൽ ഒരാളാണ് VD സതീശൻ. എനിക്ക് തോന്നുന്നു നിലപാടുകള് വളരെ കർക്കശ നിലപാടുകൾ എടുക്കുമ്പോൾ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ആള് എന്നത് തീർച്ചയായിട്ടും അത് തൊപ്പിയിൽ ഒരു പൊന്തൂല. പക്ഷേ ചില സന്ദർഭങ്ങളിൽ എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാണ് സതീശൻ. അത് ഒന്ന് ഓർക്കുന്നത് നല്ലതാ. ചെറുപ്പക്കാരും ചില കാര്യങ്ങൾ ഓർക്കുന്നത് നല്ലതായിരിക്കും. സ്വന്തം വിജയത്തിലും സ്വന്തം കഴിവിലും സ്വന്തം തെരഞ്ഞെടുപ്പ് വിജയത്തിലും സ്വന്തം ഗ്ലാമറിലുമൊക്കെ സ്വയം മതിമയങ്ങി നിൽക്കുന്നവര് ഒരു വീഴ്ച സംഭവിച്ചപ്പോ ചെറിയ കൈത്താങ്ങ് തരാൻ പഴയ ബന്ധുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതും മറക്കരുത്. സതീശന് ഈ നിലമ്പൂരിലെ PV അൻവറുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലൊക്കെ പറഞ്ഞൊരു ക്ലോസ്ഡ് ചാപ്റ്റർ ആണ് അതൊക്കെ. ചില കാര്യങ്ങള് അങ്ങനെ അടഞ്ഞ അധ്യായങ്ങളായി പിന്നാമ്പുറത്തേക്ക് തട്ടി നീക്കുന്നതാണ് രാഷ്ട്രീയമായ ശരി. പക്ഷേ ഇവിടെ നിങ്ങൾ ക്ലോസ് ചാപ്റ്റർ എന്ന് പറയേണ്ടത് കോൺഗ്രസിലെ ഈ ഗ്രൂപ്പ് വഴക്കിനെ കുറിച്ചാണ്. അതാണ് അടഞ്ഞ അല്ലെങ്കിൽ അടച്ച ഒരു അധ്യായമായി മാറേണ്ടത്. അതിന് മുൻനിരയിൽ നിൽക്കുന്ന നേതാക്കൾ തയ്യാറാവുന്നില്ലെങ്കിൽ പറഞ്ഞല്ലോ, പാർട്ടിയിലെ പ്രവർത്തകർ വലിയ പ്രതീക്ഷയില്ല. അവരൊരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. 10 കൊല്ലം ഭരണത്തിൽ നിന്ന് മാറി നിന്നതിന്റെ തിക്താനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാവര്. പക്ഷേ മുൻനിരയിൽ നിന്ന് പാർട്ടിയെ നയിക്കുന്ന നേതാക്കള് അത്തരത്തിലുള്ള ഈ പഠനപിടക്കങ്ങളും ചേരിപ്പോരുകളും ഒരു ക്ലോസ് ചാപ്റ്ററാക്കി മാറ്റി നിർത്തുന്നില്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തങ്ങളായിരിക്കും എന്ന് പറയേണ്ടി വരും.